എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പപ്പടം വെച്ച് വളരെ എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 10 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത പപ്പടം മുഴുവൻ നമുക്ക് എണ്ണയിൽ ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് 20 കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് മുളക് ചതച്ചതില്ലേ അതും കൂടി ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. മസാല വഴണ്ട് വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. ഉള്ളിക്കും തേങ്ങയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് അധികം കൂടി പോകരുത്, പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളതാണ്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കാച്ചിയെടുത്ത പപ്പടം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലൊരു തോരനാണിത് കേട്ടോ, പപ്പടത്തോരന്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.